ആ ഓഫീസറെ അങ്ങ് മാറ്റിയാലെന്താ? അതെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഏയ്, നീ എന്താ ചെയ്യുന്നേ? ആടിന്റെ കാൽ അവനല്ല ഇഷ്ടം. എനിക്ക് വേണ്ട, ഇവന് കൂടെ. അമ്മേ മതിയമ്മ, കഴിക്കടാ, കഴിക്കേ. അമ്മേ മട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ വിളമ്പുന്നേ? സാരമില്ല, കഴിച്ച മോനെ. അമ്മേ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് മറക്കില്ലടാ. മെല്ലെ കടിക്കടാ, പല്ല് പോവും. എയർപോർട്ടിൽ സാറിനെ കാണാൻ വേണ്ടി വന്നാ, ഞാൻ പിന്നീട് വിളിക്കാം. പിടിക്കടോ. എല്ലാരും സുഖമായിരിക്കുന്നോ? നമസ്കാരം. ഏയ് രാമു, ചേട്ടാ എന്താണ് മോട്ടെ, സുഖാണോ? നമസ്കാരം ചേട്ടാ. എന്താടോ മിനിസ്റ്ററെ? ചേട്ടനല്ലേ എല്ലാം ചെയ്തത്. പോയി കഴിക്കേ. എടാ ശക്തി, മട്ടൻ കറിയാണോടാ? മിനിസ്റ്ററോ? അല്ല, മുണ്ടെവിടെ? ഇത് തന്നെയാടാ സൗകര്യം. നിയമസഭയിൽ പോകേണ്ടതല്ലേ, മുണ്ടൊക്കെ കൊടുത്ത അവന്മാർ ഉരിഞ്ഞു കളയത്തില്ലേ? നമസ്കാരം ഉണ്ടേ. നമസ്കാരം. വിളിക്കണോ അതോ മിനിസ്റ്റർ വിളിക്കണോ? ഏടാന്ന് വിളിക്കുക ചേച്ചി. ചേച്ചി ആദ്യം കഴിക്കാൻ എന്തെങ്കിലും താ, വിശന്നിട്ട് ജീവൻ പോകും. ശക്തി, ഈ മഹാവൃത്തികെട്ടവൻ എന്റെ പെറ്റതള്ളയെ പോലും കാണിക്കാതെ ഉറ്റ സുഹൃത്തിനെ കാണിക്കാൻ വന്നതാണ്. ശക്തി, ശക്തി. ആരാടാ അത്? നിന്റെ ബാല്യ സ്നേഹിതൻ പാൽ ഗോപാൽ. ഇന്ന് നിനക്കുണ്ട്. ഗോപാൽ. താങ്ക് യു സ്നേഹിതനെ, താങ്ക് യു. എന്തോ എന്റെ സ്നേഹിതൻ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ച് ശവപ്പെട്ടിയിലാക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. പേടിച്ചു പോയി. എന്നെ ഒന്ന് നോക്ക്. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ബാല്യ സ്നേഹിതന്റെ കെട്ടപ്പ് ഇപ്പൊ കണ്ടില്ലേ? ഇതുവരെ ഈ കാക്കി മോഹൻലാൽ ഇട്ട് കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി ഇട്ട് കണ്ടിട്ടുണ്ട്, സുരേഷ് ഗോപിയും ഇന്ദ്രജിത്തും ഇട്ട് കണ്ടിട്ടുണ്ട്, ദിലീപ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഗോപാൽ ഇട്ട് കണ്ടിട്ടുണ്ടോ? നല്ലോണം ഒന്ന് നോക്ക്. എങ്ങനെയുണ്ട് ഈ യൂണിഫോം? അടി ഉറപ്പായി. പക്ഷെ ബാല്യകാല സുഹൃത്തെന്ന് കരുതി ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കരുതേ. ഈ പോളിസി എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ. കാക്കി കളറുള്ള കവറ് കണ്ടാ തന്നെ അവൻ രണ്ടായിട്ട് കീറിക്കളെ. നീ കാക്കി കൊണ്ട് കവർ ചെയ്ത് വന്നാ നല്ല കാര്യം. ഷഡ്ഡി കാക്കിയല്ലാഞ്ഞത് കൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലേ അതും അവൻ അഴിച്ചാനെ. ഇങ്ങനെയാണ് പോലീസുകാരൻ ലുങ്കി കൊടുക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഭാഗ്യം, അവനിനി ഈ ഭാഗത്തേക്കൊന്നും വരില്ല. എനിക്ക് പോലീസ് ആകണം. അവനാണല്ലേ നീ? എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നിന്റെ പുറകിൽ ഞാൻ കുത്തിയിട്ട് നീ എന്റെ മുന്നിൽ പോലീസായിട്ട് വന്ന് നിന്നതടാ. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. കല്യാണം നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. രാവിലെ കാണുന്ന സ്വപ്നം പരിക്കുവന്നാ. വണ്ടി നിർത്ത്. പാട്ടരെണ്ണം പാടി പാടി പോകാം. എന്താടി ട്രിപ്പിൾസാ? ഇങ്ങോട്ട് മാറിക്കേ. രണ്ടുപേരെ കൂടി കേറ്റാൻ പാടില്ലായിരുന്നു. അപ്പോഴേ വേഗം ഫൈൻ അടിച്ചേ. കാക്കി കളർ കണ്ടു. ഇവൻ ഇന്നിവിടെ കാവടി എടുക്കുന്ന തോന്നുന്നു. മാഡം പ്ലീസ്. നടക്കില്ല. കാശ് എടുക്കാൻ പറഞ്ഞില്ലേ? എന്നെ മോനെ ഐറ്റം വേണോ? ദേ എടുത്തു തരാം. ദേ 3 എണ്ണം ഉണ്ട്. ഇഷ്ടമുള്ളത് എടുത്തു. മാഡം ഞാൻ സമ്മതിക്കില്ല. നീ എത്രയൊക്കെ ചുമ്മാ പറയുന്നതല്ല, പെണ്ണ
അഗർവാളിനെ പോലെ തന്നെ ചുന്ദരി കുട്ടിയല്ലേ? കൈ നീട്ടി കാശ് വാങ്ങുന്നോ? നാണാവുന്നില്ലേ? പിച്ച എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമുള്ളത്? ഇതുപോലുള്ള പോലീസിനെ കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. അവളെ കണ്ട നീ സാരി ഉടുത്ത പോലെ തന്നെ ഇരിക്കുന്നു മോനെ. അത്രയ്ക്കും രസമാണെന്നാ ഞാൻ പറഞ്ഞ. ആൾക്കാരോട് ഇങ്ങനെയാ പെരുമാറണ്ടേ? നിയമപരമായി ശിക്ഷിക്കല്ലേ വേണ്ടേ? പൈസ വാങ്ങാൻ നീ ആരാ? പെരുമാറ്റം നിയമപരം ശിക്ഷിക്കുക. സംഗതി കൊള്ളാലോ. കവിത കവിത. ഇതിപ്പോ എല്ലാവർക്കും ഒരു പതിവാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് നടു റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ ചെറുപ്പക്കാരുടെ ഒരു ഹോബി ഇത് തന്നെ. അയ്യോ വണ്ടി 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 വണ്ടോ. എങ്ങനുണ്ട് കണ്ടിട്ട്? അടിപൊളി. ആ ഇതാ ഞാനും പ്രതീക്ഷിച്ചേ. എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ടേസ്റ്റ് തന്നെയല്ലേ. നല്ല ഭംഗിയുണ്ട്. അറിയാലോ. വണ്ടിയുടെ പേരെന്താ? വണ്ടിയുടെ കാര്യമാണോ പറഞ്ഞേ? വേറെന്താ? അമ്മേ, വിവരിച്ചു പറയാൻ ഞാൻ. ഈ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ഒരാൾ വേണ്ടേ? നോക്കടാ നോക്കടാ, നീ നോക്ക്. ഈ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ പൊട്ടനല്ലേ? ഇവനോട് എങ്ങനെ പറയുന്നേ? പുറത്ത് ചൂടായിട്ട് അകത്ത് നല്ല കുളിര്. ഇനി നിനക്ക് മനസ്സിലായില്ല? ഈ പൊട്ടനെ എങ്ങനെയാന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? ഇത് കുളിര്. ഇത് ചൂട്. ഇങ്ങനെയാ, ഇങ്ങനെ തന്നെയാ. രണ്ടും കൂടെ ചേരുമ്പോ ഒരു ഫീലിങ്സ് ഇല്ലേ? മനസ്സിലായോ? ഇവന് മനസ്സിലായില്ലേ? സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതാണ് സുന്ദരി. അമ്മോ. അപ്പൊ ഞാനോ? ഞാൻ മാത്രല്ലേ സുന്ദരി എന്ന് പറയാ? അത് വേണമെങ്കിൽ അനിയത്തിയുടെ സ്ഥാനത്ത് നീ തന്നെയാണ് എനിക്ക് സുന്ദരി മോളെ. വേണമെങ്കിലോ? അച്ഛാ, അച്ഛൻ എന്താടാ ഇത്? നോക്കച്ചാ, നോക്ക് നോക്ക്. പോലീസ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. പോലീസിനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവൾ അടിച്ചാ. നീ വീണല്ലേ? ആ. നമുക്കെന്തിനാടാ ഈ പ്രേമം? നമുക്കല്ല, അച്ഛന് വേണ്ട. വയസ്സായി പോയില്ലേ? ഓ എനിക്ക്. ശരി, വിടെ എത്ര പാപം ചെയ്യുന്നു. ഇത് നടക്കട്ടെ. മുരുക, നിന്നെ ഞാൻ കാണിച്ചില്ലോ. കാണിക്കാം. ചേട്ടാ, ക്വാറിയിൽ മൈൻസ് ഓഫീസർ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാടാ എന്നോട് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞാ നീ അടിക്കും, വരണ്ടാന്ന് പറഞ്ഞാ അവൾ അടിക്കും. ഏതവള്? ജെറ്റ്ലി പോലീസ് വേഷം ഇട്ട പോലെയുണ്ട്, കണ്ടില്ലേ? എടുക്ക്, ലൈസൻസ് എടുക്ക്. ലൈസൻസ് ആരോടാ ലൈസൻസ് ചോദിക്കുന്നേ? എന്തായി ചെയ്യുന്നേ? ആളറിയാതെയാണല്ലോ കളിക്കുന്നത്. സംഗതി കൊളവാകുന്ന ലക്ഷണവാ. ലൈസൻസ് എടുക്ക്. ഇതെല്ലാം കണ്ടതാ, കൊറേ കണ്ടതാ. എന്താ പേടിപ്പിക്കാണോ? ഇഷ്ടപ്പെട്ടാ നെഞ്ചോട് ചേർക്കും, അല്ലെ വെട്ടിക്കളയും ഞാൻ. അന്ന് മുമ്പില് ഇപ്പൊ പുറകിലായി. പോലീസിന്റെ പിടുത്തം അറിയാലോ. ഇവനാണോ വേദന എടുക്കാൻ പോകുന്നത്? നല്ല ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എടുത്തു കഴിഞ്ഞു. എനിക്കെന്താടാ കുഴപ്പം? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്തിനാ നീ പെണ്ണ് കാണാൻ വന്നേ? അന്നേരം ഇഷ്ടായിരുന്നു, ഇപ്പൊ ഇഷ്ടല്ല. അതാ ചോദിച്ചേ. അന്ന് ഞാൻ ഡ്രസ്സില്ലാതല്ലേ കണ്ടത്, അപ്പൊ ഇഷ്ടായി. ഇപ്പൊ ഡ്രസ് ഉള്ളത് കൊണ്ട് ഇഷ്ടമല്ല. എടി, ഡ്രസ്സില്ലാതെ കണ്ടെന്ന്. എവിടെ? എപ്പോ? കണ്ടായിരുന്നല്ലേ? കണ്ടോടി, കലികാലം കണ്ടോ?
എങ്ങനെയൊക്കെയാ പെണ്ണ് കാണുന്നത് നോക്കടി. നീയും വന്ന് നിന്നല്ലോ 8 മുഴവും ചുറ്റിക്കൊണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. എന്താടാ നീ പറയുന്നത്? അന്ന് ഇയാള് കാക്കി ഡ്രസ് ഇല്ലാതെ നിന്നപ്പോ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കാക്കി ഉടുപ്പല്ലേ ഇട്ടേക്കുന്നേ, അതുകൊണ്ട് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ചപ്പ കൂതറ ഫിഗറിനെ പോലും എനിക്ക് ഇഷ്ടമാകും. എന്നാ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലേ എനിക്കിഷ്ടേ അല്ല. കൂതറയാണെന്നോ? ഇന്ന് നിന്നെ ശരിയാക്കിട്ട് തന്നെ കാര്യം. വെടിവെക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ആരാ? പ്രശ്നമാകും. വേണ്ട, അങ്ങനെ ഒരു പക്ഷേ ആകുകയാണെങ്കിൽ അയ്യേ, വെടി തീർന്നോ? ഷൂട്ട് ചെയ്തല്ലേ? ഓപ്പൺ ആയല്ലോ. ബ്ലീഡിങ്. പൊക്കോ. അയ്യോ ദൈവമേ. ഓക്കെ സാർ. എന്താ പുതിയ കമ്മീഷണറാണോ? ചേട്ടനെ കാണാൻ വന്നതാണോ? അല്ലാതെ സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്താ അറസ്റ്റ് ചെയ്യാനോ? എവിടുന്ന് വന്നാടാ ഈ കമ്മീഷണർ? എന്താ വിചാരിച്ചേക്കുന്നത്? വെട്ടടാ അവനെ. ഞാൻ ആരാണെന്ന് അവൻ അറിയില്ലേ? തന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കാൻ വന്നതാ. മധുരയ്ക്ക് വന്നുവെങ്കിൽ മീനാക്ഷിയെ തൊഴുതിട്ട് മട്ടനും ദോശയും കഴിച്ചിട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോകാവല്ലേ? മിനിസ്റ്ററോട് പറ, സിഎമ്മിന് ഫോൺ ചെയ്യാം. വാറണ്ടുണ്ടോ? പോകുന്ന വഴിക്ക് തരാം. ശിവ, കൈവിട്ട ആയുധവും വാക്കും തിരിച്ചെടുക്കാനാവില്ല. ആദ്യം നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ? നിന്റെ കൂടെ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടും തനിച്ചാ വന്നത്. ആ ധൈര്യം നിനക്കുണ്ടോ? പോകാം, വാ. പറ്റുമെങ്കിൽ അകത്താക്കി നോക്ക്. അതെ അച്ഛാ, അതെ, വേണ്ട. വേണ്ട അച്ഛാ. ശക്തി, എന്താ പറഞ്ഞേ? കമ്മീഷണറാ. നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അവിടെ? ചേട്ടാ, ഞാൻ കോടതിയിലുണ്ട്. ഇവിടെ വന്നില്ലല്ലോ ചേട്ടാ. ഞാനും കേട്ടായിരുന്നു മോനെ. സാറിന് ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. എവിടെയാണ് അച്ഛനിപ്പോ ഉള്ളത്? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കമ്മീഷണർ ഓഫീസിലും പോയിട്ടില്ല, കോർട്ടിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല. പിന്നെ അച്ഛൻ എവിടെയാണ്? എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അമ്മേ, ഇറങ്ങ്. എത്ര വലിയ ആളാണെങ്കിലും ഇറക്കും. അതാണ് പോലീസ്. അകത്തിട്ടാൽ ആ നിമിഷം തന്നെ പുറത്തു വരുമല്ലോ. അതുകൊണ്ട് തന്നെയാ 5 മണിക്കൂർ എൻ്റെ കസ്റ്റഡി വെച്ചത്. ഒരു പോലീസിന് ക്രിമിനലായി ചിന്തിക്കാം, പക്ഷെ ഒരു ക്രിമിനലിന് പോലീസിനെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. എനിക്ക് ശബ്ദം ഇഷ്ടമല്ല, അതും നിന്നെ പോലുള്ളവന്റെ ശബ്ദം ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ പരിധിയിലുള്ള സ്ഥലം ക്ലീൻ ആയിരിക്കണം. എനിക്ക് പേടിയില്ല. പോലീസ് എന്ന് പറയുന്നത് ഒരാളല്ല. ഞാൻ പോയാൽ വേറൊരാൾ, ഒരാൾ പോയാൽ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നീ ഒരാളേ ഉള്ളൂ. പേടി നിന്നെ വിട്ടു പോകില്ല. ഇത് കാണുമ്പോഴെല്ലാം നിനക്ക് അറസ്റ്റിന്റെ ഓർമ്മ വരണം. തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് തോന്നണം.
ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർക്കുകയാണോ? പെരുവഴിയിൽ വന്നെങ്കിലേ നിനക്കെല്ലാം മനസ്സിലാകൂ. കുത്തിയിരുന്ന് ആലോചിക്ക്. എന്നും പോലീസിന് താഴെ തന്നെയാ ശിവൻ. ചോദിച്ചു കേട്ടില്ലടാ. കൈവച്ചത് കൊണ്ട് കൈ ഞാൻ വെട്ടുന്നത്. ജയിലിലിട്ടിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ തല ഞാൻ എടുത്തേനെ. എന്നാ എടുത്തു. നടു റോഡിലിരുന്ന് ആലോചിക്ക്. പോലീസ് എന്നല്ല, എന്റെ അച്ഛനേക്കാൾ വലുതായിട്ട് ആരും ഉണ്ടാവരുത്. അവന്റെ കൈ വെട്ടിയത് കൊണ്ടായില്ല, കൊല്ലേണ്ടതായിരുന്നു. എത്ര പേരെ കൊല്ലും? പേടിയോ? ശിവന് പേടിയോ? പറഞ്ഞല്ലോ അവനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്ന്. അവൻ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന പാമ്പാണ്. ഒന്ന് തീർത്താൽ ആ സ്ഥാനത്ത് വേറൊന്നു വരും. പ്രശ്നം പാമ്പല്ല, അതിരിക്കുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരണം. അതിന് കള്ളനും പോലീസും കളിയിൽ കള്ളൻ നമ്മുടെ ആളാവണം, പോലീസും നമ്മുടെ ആളായിരിക്കണം. മനസ്സിലായില്ല. ഒരു പോലീസ് ക്രിമിനലായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ കാണിച്ചു തന്നു. ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം. അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. ആരാ? ശിവൻ രൂപമെങ്കിൽ അവൻ നിഴലാ. എന്തും നേരിടാൻ വേണ്ടി ഉരുക്കുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാ. വേറെ ആരാണ്? എന്റെ ശക്തി.